ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ 40ാമത്തെ സെഷനാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ. ഇതിലും നമ്മൾ നമ്മുടെ പുതിയ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജിയുടെ രണ്ടാമത്തെ സ്ട്രാറ്റജി, ദാറ്റ് ഈസ് പെനിട്രേഷൻ പ്രൈസിങ് പോളിസി, അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു ഗ്ലാസ് ഓഫ് മിൽക്ക്, അതിൻ്റെ ക്രീമി ലെയറിൽ ഹൈ ഇൻകം കസ്റ്റമേഴ്സ് ഗ്രൂപ്പിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കിമ്മിങ് പ്രൈസിങ്. ഇനിയിപ്പോൾ മെജോറിറ്റി മാർക്കറ്റ് ബാക്കി കിടക്കുന്നുണ്ട്. അതിലുള്ളവർ ഇപ്പം അധികം ഇൻകം ഹൈ ലെവലിലുള്ളവരായിരിക്കില്ല, അഥവാ ഹൈ ലെവൽ ആണെങ്കിൽ തന്നെയും കുറച്ച് പ്രൈസ് കുറവ് നോക്കുന്നവരായിരിക്കും. പിന്നെ ബാക്കി ആവറേജ് ഇൻകം, ലോ ഇൻകം ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് മാർക്കറ്റിലേക്ക് പിടിച്ചു പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്റ്റിന് പ്രൈസ് കുറച്ചേ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുവിധം നമ്മളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി ആൾക്കാരെ ഉപയോഗിച്ച് നല്ല ഒപ്പീനിയനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മെജോറിറ്റി മാർക്കറ്റിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയ്ക്കും. അതിനെയാണ് പെനിട്രേഷൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. പെനിട്രേറ്റ് ചെയ്യുക, ആ മെജോറിറ്റി മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രോഡക്റ്റ് ഇറങ്ങിയെത്തുക, അല്ലേ? അതിനെയാണ് പെനിട്രേഷൻ. ഇങ്ങനെ കുത്തി ഇറങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത് പെനിട്രേഷൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ പെനിട്രേറ്റിംഗ് പ്രൈസിങ്ങിൽ ലോ പ്രൈസ് കൊടുക്കുമ്പോൾ ലോ ഇൻകം ആയിട്ടുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ നമ്മുടെ പ്രോഡക്റ്റിന് പർച്ചേസ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് ഷെയർ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മുടെ നെസ്ലെ ഒരു വേഫർ ചോക്ലേറ്റ് ബ്രാൻഡ് മഞ്ച് 2 rupees കൊടുത്തു. മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ അവർ പുതിയ പാക്ക് 5 രൂപയ്ക്ക് ലോഞ്ച് ചെയ്തു എന്ന് പറയുന്നു. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ പെനിട്രേഷൻ പ്രൈസിങ് പോളിസി സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ പിന്നീട് പെനിട്രേഷൻ പ്രൈസിങ് കൊടുക്കുക. ഓക്കെ, പിന്നെ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റിനെ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് കമ്പനിക്കാണെങ്കിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് കുറയും. പിന്നെ നമുക്ക് പ്രൈസ് കുറച്ചാലും നഷ്ടം വരുന്നില്ല. പിന്നെ പൊട്ടൻഷ്യൽ മാർക്കറ്റിൽ വളരെ വലുതാണ്. അവിടെ നമുക്ക് നല്ല പ്രോസ്പെക്റ്റസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈസ് കുറയ്ക്കുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറയ്ക്കപ്പെടുന്നു. പിന്നെ നമ്മളുടെ പ്രോഡക്റ്റിനെ ഫുൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ പുതിയ കോമ്പറ്റീറ്റേഴ്സിന് എൻട്രി ചെയ്യാനും പറ്റില്ല. കാരണം ലോ പ്രൈസിൽ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ കോമ്പറ്റീറ്റേഴ്സിന് ഹൈ പ്രൈസിൽ പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കി മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മെജോറിറ്റി നമ്മളുടെ മാർക്കറ്റിൽ ലോ ഇൻകം കസ്റ്റമേഴ്സ് ആയിരിക്കും. അവരെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ പെനിട്രേഷൻ പ്രൈസ് പോളിസി ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ കൺസ്യൂമർ ഇലക്ട്രോണിക്സിലൊക്കെ ഓരോ പ്രോഡക്ട്സും പുതിയ മോഡൽ വരുമ്പം അതിന് പ്രൈസ് ഹൈയും അത് കഴിയുമ്പോൾ അത് കുറയാനുള്ള കാരണം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രൈസിങ്ങിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് അലവൻസ് ആയിട്ടും റിവാർഡ്സ് ആയിട്ടും നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ്. അവരുടെ ഏർലി പേയ്മെൻറ്റ് ഓഫ് ബിൽസിന്, അതുപോലെ ലാർജ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതിന്, അതുപോലെ ഓഫ് സീസണിൽ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പം ഈ പറയുന്ന ഡിസ്കൗണ്ട്സ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ കൺസെഷൻസ് ആണ്. നമ്മൾ ബയ്യേഴ്സിന് വേണ്ടിയിട്ട് പ്രൈസിൽ കൊടുക്കുന്ന കൺസെഷൻസ് ആണ്. അപ്പം ഇത് നമ്മളുടെ ലിസ്റ്റ് പ്രൈസിൽ നിന്നുമുള്ള ഡിഡക്ഷൻ ആയിരിക്കും. ഓക്കെ, അത് നമ്മളുടെ ബിൽ എമൗണ്ടിൽ നിന്നും കുറയ്ക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് ഡിസ്കൗണ്ട്സ് കൊടുക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം ട്രേഡ് ഡിസ്കൗണ്ട്. ആ വേർഡ് മീനിങ്ങിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സിനൊക്കെ കൊടുക്കുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പം ലിസ്റ്റഡ് പ്രൈസസിൽ നിന്നും അവർക്ക് ഡിഡക്ഷൻ ഉണ്ടാവും. അപ്പം ഇതിനെ ഫങ്ഷണൽ ഡിസ്കൗണ്ട് എന്നും പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ് അവരുടെ സർവീസ് നമുക്ക് വേണ്ടി കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ നമ്മളുടെ പ്രൈസ് സ്ട്രക്ചർ ഫ്ലെക്സിബിൾ ആവാനായിട്ട് അത് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ് ലിസ്റ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, പ്രൈസ് ലിസ്റ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ അത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഹോൾസെയിലർ, റീറ്റെയിലർക്ക് അത് സപ്പോർട്ടീവ് ആയിരിക്കും. അപ്പോൾ അതിനാണ് ട്രേഡ് ഡിസ്കൗണ്ട്. പിന്നെ വരുന്ന ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടാണ്. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ബയേഴ്സിന് കൊടുക്കുന്ന ഒരു ഡിസ്കൗണ്ടാണ്. അവർ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ, ലാർജ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ, ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കുറവ് പ്രൈസിന് കൊടുക്കുക. അപ്പോൾ ഇത് ബൾക്ക് പർച്ചേസിനെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഗുഡ്സ് സെയിൽ നടത്തുന്നു. പിന്നെ നമ്മളുടെ ഒരു
ഓർഡർ സ്റ്റെബിലൈസേഷൻ ഇതുകൊണ്ട് നടക്കുന്നുണ്ടാവും, ബൾക്ക് പർച്ചേസ് കൊണ്ട്. പിന്നെ സീസണൽ ഡിസ്കൗണ്ട്, ഓഫ് സീസണിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഡിസ്കൗണ്ട് കൊടുക്കുക. ഇപ്പോൾ 5%, 10% അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ മാനുഫാക്ചറർക്ക് അവരുടെ പ്ലാന്റ് യൂട്ടിലൈസേഷൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, സ്റ്റോറേജ് കോസ്റ്റും റിഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ക്യാഷ് ഡിസ്കൗണ്ട്സ് നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. ബയ്യേഴ്സിന് എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട്സ് കൊടുക്കാറുണ്ട്. സെല്ലറിന് ക്രെഡിറ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. സെല്ലറിന് ഒരു 10 day ക്രെഡിറ്റ് അങ്ങനെയൊക്കെ കൊടുക്കും. ബയ്യേഴ്സിന് നമ്മൾ അവർ പേ ചെയ്യുന്ന അമൗണ്ടിൽ ക്യാഷ് എമൗണ്ട് ഇപ്പോൾ ഒരു 10 rupees ഓഫ്, 15 rupees ഓഫ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടാവും ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ ഈ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈംലി പേയ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, ബാഡ് ഡെബ്റ്റ്സ് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ചില വളരെ ജെന്യുവൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് സീക്രട്ട് ഓർ കോൺഫിഡൻഷ്യൽ ഡിസ്കൗണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് വേറെ ആർക്കും കൊടുക്കാത്ത രീതിയിലുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട്സ് നമ്മൾ കൊടുക്കും. അതൊരു പേഴ്സണൽ ആസ്പെക്റ്റ് വെച്ചിട്ടാണ്. പിന്നെ ചെയിൻ ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ ആദ്യം ഒരു ഡിസ്കൗണ്ട്, അത് കഴിഞ്ഞ് പിന്നെ വേറൊരെണ്ണം, അത് ആ രീതിയിൽ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50%, 10%, 5% ആ രീതിയിൽ ഡിസ്കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് 50% ഡിസ്കൗണ്ട് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ 10% അഡീഷണൽ, അത് കഴിഞ്ഞ് പിന്നെ 5% അഡീഷണൽ, അങ്ങനെ വരുന്ന ഡിസ്കൗണ്ട്സ് അതിനെയാണ് ചെയിൻ ഡിസ്കൗണ്ട്സ് എന്ന് പറഞ്ഞത്. അത് ഓരോ പീരീഡിലായിട്ടായിരിക്കും കൊടുക്കാം. ഇനി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കൗണ്ട്സ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രൈസിങ് പോളിസി. എന്താണ് പ്രൈസിങ് പോളിസി? ഇപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസിങ് എന്ന് പറയുന്നത്, അങ്ങനെ സെറ്റ് ചെയ്യുന്ന പ്രൈസിങ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റില്ല, ഇല്ലേ, ഇമ്മീഡിയറ്റ് ആയിട്ട്. ഇനി കുറവ് പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, സന്ദർഭം അനുസരിച്ച് ഡിസൈഡ് ചെയ്യുന്നത് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയാസമയങ്ങളിൽ നമ്മളെപ്പോഴും പ്രൈസിനെ കുറിച്ച് റിവ്യൂ ചെയ്ത് ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈസിങ് പോളിസി യൂസ് ചെയ്യുന്നത്. ഈ പ്രൈസിങ് പോളിസി നമ്മൾ ഫോം ചെയ്യുന്നത് നമ്മളുടെ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസിങ് പോളിസീസും അതിൻ്റെ സ്ട്രാറ്റജീസും വരുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പ്രൈസിങ്ങിൻ്റെ നോക്കുകയാണെങ്കിൽ അത് മിക്കവാറും ജനറൽ ആയിരിക്കും, ബ്രോഡായിരിക്കും. അതേസമയം പ്രൈസിങ് പോളിസീസ് എന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിരിക്കും. ഇപ്പോൾ കണ്ടിഫ് ആൻഡ് സ്റ്റിൽ എന്ന് പറഞ്ഞ 2 ഓതേഴ്സ് പറയുന്നത് പ്രൈസിങ് പോളിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്ത് ഫോം ചെയ്യുന്ന പ്രൈസിങ് സ്ട്രാറ്റജീസിൻ്റെ ഗൈഡ് ലൈൻസ് ആണ് പ്രൈസിങ് പോളിസീസ് എന്ന് പറയുന്നത്. അപ്പം പ്രൈസിങ് ഒബ്ജക്റ്റീവ്സിന് റിലേറ്റഡ് ആയിട്ടാണ് പ്രൈസിങ് പോളിസീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ള മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ്, ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺസ്, സർവൈവൽ, സ്റ്റെബിലിറ്റി ഇൻ പ്രൈസ്, മീറ്റിംഗ് ഓർ പ്രിവെൻറ്റിംഗ് കോമ്പറ്റീഷൻ, ഇതിനെല്ലാം നമുക്ക് പ്രൈസിങ് പോളിസി ആയിട്ട് തന്നെ പറയാം. അപ്പം ശരിക്കും ഈ പ്രൈസിങ് പോളിസി നമ്മളുടെ പ്രൈസിങ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ജനറൽ ഫ്രെയിം വർക്കാണ് തരുന്നത്. അപ്പം അങ്ങനെ ഈ പ്രൈസിങ് പോളിസി നമ്മളുടെ പ്രൈസിങ് പോളിസി ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ സമയത്ത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ആണ്. ഇത് എസ്സേ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ബേസിക് ആയിട്ട് 3 പ്രൈസിങ് മെത്തേഡ്സ് ആണുള്ളത്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസീസ്, ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസീസ് ആൻഡ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസീസ്. ആദ്യം വരുന്നത് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസീസ്. അതായത് നമുക്ക് നമ്മളുടെ പ്രൊഡക്ഷനിൽ ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് വരുന്നോ അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൈസിങ് തീരുമാനിക്കുന്നു. അതിനെയാണ് നമ്മൾ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസി അല്ലെങ്കിൽ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി എന്നൊക്കെ പറയുന്നത്. ഈ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസി തന്നെ നമുക്ക് 4 തരത്തിലുണ്ട്. അതിൽ ആദ്യത്തെയാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഈ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ്, ഒരു യൂണിറ്റ് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു നിശ്ചിത ശതമാനം പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നു. ഇനിയാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റിംഗ് കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ഇതിനൊക്കെ മൊത്തത്തിലാണ് നമ്മൾ കോസ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു നിശ്ചിത ശതമാനം നമ്മൾ എന്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്തിട്ട് ആ പ്രൈസ് നിശ്ചയിക്കുന്നു. അപ്പോൾ ഈ മെത്തേഡിനെ നമ്മൾ മാർജിൻ പ്രൈസിങ് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് പ്രൈസിങ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിങ് എന്നും കൂടി പറയുന്നുണ്ട്.
ഓക്കെ, മിക്കവാറും ഹോൾസെയിൽ ട്രേഡ്, റീറ്റെയിൽ ട്രേഡിലൊക്കെ ഇത്തരത്തിലുള്ള മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ അപ്രോപ്രിയേറ്റ് ആണ്. നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ, ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടുള്ള പ്രോഡക്ട്സിനൊക്കെ വളരെ അപ്രോപ്രിയേറ്റഡ് ആയിട്ടൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കോസ്റ്റ് റിക്കവറി ചെയ്യാനായിട്ട് ഗ്യാരണ്ടി തരുന്ന ഒരു മെത്തേഡാണ്, സേഫസ്റ്റും ആണ്. പിന്നെ നമുക്ക് പ്രൈസ് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം. സിംഗിൾ പ്രോഡക്റ്റും മൾട്ടി പ്രോഡക്റ്റ് ഫേമിനും ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രൈസിങ്ങിൽ സ്റ്റെബിലിറ്റി ഇതുകൊണ്ട് ഉറപ്പാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാ ഫേംസും ഇത്തരത്തിലുള്ള പ്രൈസിങ് പോളിസി അഡോപ്റ്റ് ചെയ്താൽ പ്രൈസ് വാർ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് ഇഫക്റ്റ് നമുക്ക് ഇവിടെ ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് ഫോഴ്സസും കോമ്പറ്റീഷൻ ഫോഴ്സസും നമ്മളിവിടെ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഈ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ മെത്തേഡിൽ ആവറേജ് കോസ്റ്റ് അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ്, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഒക്കെ ഇഗ്നോർ ചെയ്യും. ആവറേജ് കോസ്റ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, മാർജിനൽ ആൻഡ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഇഗ്നോർ ചെയ്യുകയാണ്. അതുപോലെ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ അലൊക്കേഷൻ ഓഫ് കോസ്റ്റിലേക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി നെക്സ്റ്റ് വരുന്നത് ടാർഗറ്റ് പ്രൈസിംഗ് ആണ്. ടാർഗറ്റ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ ഫുൾ കോസ്റ്റ് പ്രൈസിങ്ങിൻ്റെ ഒരു വകഭേദമാണ്. ഇവിടെ നമ്മൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു പ്രീ ഡിറ്റർമിൻ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു എത്ര റേറ്റ് ഓഫ് റിട്ടേൺ വേണം എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ച് അതിൻ്റെ കൂടെ കോസ്റ്റും കൂടി ആഡ് ചെയ്ത് ഫിക്സ് ചെയ്യുന്ന പ്രൈസിംഗ് ആണ് ടാർഗറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കമ്പനി എന്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ സെയിലും ആ ഫ്യൂച്ചർ സെയിലിന് അനുസരിച്ച് ഫ്യൂച്ചർ കോസ്റ്റും അത് നമ്മുടെ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ആഫ്റ്റർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ആ കോസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്നതാണ് ടാർഗറ്റ് പ്രൈസിങ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിംഗ് എന്നും പറയും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് എപ്പോഴും ഒരു നിശ്ചിതമായിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി തരുന്നു. അതുപോലെ പുതിയ പ്രോഡക്റ്റ് പ്രൈസിങ്ങിന് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ എന്നുള്ളൊരു പോളിസി, ഒരു പ്രിൻസിപ്പിളാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഇതൊരു ലോങ് ടേം പ്രൈസിങ് പോളിസിയാണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെത്തേഡ് അത്ര പ്രാക്ടിക്കൽ അല്ല. കാരണം ടഫ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഒരിക്കലും ഈ മെത്തേഡ് അത്രയും സക്സസ് ആവില്ല. പിന്നെ ഡിമാൻഡ് ഓഫ് ദ പ്രോഡക്റ്റ് കൂടി ഇഗ്നോർ ചെയ്യപ്പെടുകയാണ്. പിന്നെ നമുക്ക് ഈ പറയുന്ന പ്രോഡക്റ്റിൻ്റെ കോസ്റ്റും അത്ര കൃത്യമായിട്ട് പ്രീ ഡിറ്റർമിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് ആണ്. ഇപ്പോൾ ടാർഗറ്റ് പ്രൈസിങ്ങിലും അതുപോലെ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിലൊക്കെ നമ്മൾ ഫുൾ കോസ്റ്റ് നമ്മൾ പ്രൈസിങ്ങിൽ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ മാർജിനൽ ക്രോസ് പ്രൈസിങ്ങിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർജിനൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റിനെ മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ തീർത്തും ഒഴിവാക്കിക്കൊണ്ട് വേരിയബിൾ കോസ്റ്റിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൈസിങ് ചെയ്യുന്നതിനെയാണ് മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇതിന് വേരിയബിൾ കോസ്റ്റ് പ്രൈസിംഗ് എന്നുള്ള പേരും കൂടി ഉണ്ട്. അപ്പോൾ വേരിയബിൾ കോസ്റ്റിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്ന മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് നമ്മുടെ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യാൻ, ഒപ്റ്റിമം ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ ഈ മെത്തേഡ് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ലോ ഡിമാൻഡുള്ള പ്രോഡക്ട്സിനും ഇത് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൽ ഈ പ്രൈസിങ് വളരെ സൂട്ടബിളാണ്. ഷോർട്ട് റൺ പ്രൈസിങ്ങിനും ഇത് സൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതുപോലെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഈ മെത്തേഡ് വളരെ യൂസ്ഫുള്ളാണ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോസ്റ്റ് കവറിങ് നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ഫെയർ ആയിട്ട് റിട്ടേൺസ് കിട്ടില്ല പലപ്പോഴും. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് ടെക്നിക്സ് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രൈസിങ് ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളുടെ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുമ്പം ഈ മെത്തേഡ് സൂട്ടബിൾ അല്ല. കാരണം കോസ്റ്റ് ഡിക്രീസ് ചെയ്യുമ്പം നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നഷ്ടം വരികയാണ് ചെയ്യുക. പിന്നെ ലോങ് റണ്ണിൽ ഇത് സൂട്ടബിൾ അല്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ഇതൊരു ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ് ആണ്. ഇവിടെ നമ്മൾ കോസ്റ്റിനെ ഒന്നുകൂടി റിഫൈൻ ചെയ്യാണ്. അപ്പോൾ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്ങിന് റിഫൈൻ ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. ഇവിടെ നമ്മൾ ബ്രേക്ക് ഈവൻ പ്രൈസിങ്ങിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ് പ്രൈസിങ്ങിന് വേണ്ടിയിട്ട് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ബ്രേക്ക് ഈവൻ പ്രൈസിങ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഡിറ്റർമിൻ ചെയ്തേക്കുന്നത്.
അപ്പം ഇത് ബ്രേക്ക് ഈവൻ പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണെന്നും പറഞ്ഞു. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് നമുക്കറിയാം ടോട്ടൽ സെയിൽസ് ടോട്ടൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഈവൻ പ്രൈസിൽ നമുക്ക് നമ്മുടെ ആവറേജ് ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റൊക്കെ ഇതിൽ കവർ ചെയ്ത് പോകും, പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ബ്രേക്ക് ഈവൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഈ പറയുന്ന ബ്രേക്ക് ഈവൻ പ്രൈസിങ് ഫിക്സ് ചെയ്യുന്നത്. അപ്പം അതൊക്കെയാണ് നമ്മുടെ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസിയാണ്. അപ്പം ഇവിടെ നമ്മുടെ പ്രൈസിങ് പോളിസി ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം മാർക്കറ്റ് കണ്ടീഷനിൽ ഡിമാൻഡ് എങ്ങനെ ആണോ അതനുസരിച്ച് നമ്മുടെ പ്രൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നു. അപ്പം പ്രോഡക്റ്റിന് ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഡിമാൻഡ് ഹൈ ആണെങ്കിൽ ഹൈ പ്രൈസും ഡിമാൻഡ് ലോ ആണെങ്കിൽ ലോ പ്രൈസ്, ആ രീതിയിലാണ് നമ്മൾ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസി കൊടുക്കുക. രണ്ട് മെത്തേഡ്സ് ഉണ്ട്, ഡിഫറൻഷ്യൽ പ്രൈസിങ്ങും പ്രീമിയം പ്രൈസിങ്ങും. ഡിഫറൻഷ്യൽ പ്രൈസിംഗ് എന്ന് വെച്ചാൽ ഒരേ പ്രോഡക്റ്റിന് ഡിഫറെൻറ്റ് പ്രൈസസിൽ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ്. അത് ഡിഫറെൻറ്റ് പ്ലേസസിലോ ഡിഫറെൻറ്റ് പീരീഡ്സിലോ ആയിരിക്കും. ഓക്കെ, സെയിം പ്രോഡക്റ്റ് തന്നെയായിരിക്കും ഡിഫറെൻറ്റ് പ്രൈസസിൽ വിൽക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സിനിമ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ബാൽക്കണി എന്ന് പറഞ്ഞ് ഒരേ തിയേറ്റർ തന്നെ, ഒരേ സിനിമ തന്നെ, പക്ഷേ അതിൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് അനുസരിച്ച് ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിന് ഡിഫറെൻറ്റ് പ്രൈസിങ്ങിൽ കൊടുക്കുന്നു. അതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഡിഫറൻഷ്യൽ പ്രൈസിങ്ങിന്. അതിനെ ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ് അല്ലെങ്കിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നും കൂടി പറയും. പിന്നെ പ്രീമിയം പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഗ്രേറ്റ് വാല്യൂ ക്വാളിറ്റേറ്റീവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രാൻഡിനെ ബ്രാൻഡിനെ നല്ല ഒരു ഹൈലൈറ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ഈ പ്രീമിയം പ്രൈസിങ് 1990s തുടങ്ങിയതാണ്. ഹൈ പ്രൈസിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളത്. മിക്ക കമ്പനീസും ടൈറ്റൻ, സോണി ടി വി, ഏരിയൽ, ഡവ് കണ്ടീഷണർ ഇവരെല്ലാം എന്താണ് ഈ പ്രീമിയം പ്രൈസിങ്ങിലാണ് പ്രോഡക്റ്റ്സ് ഒക്കെ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. ഇനി പ്രൈസിങ്ങിൽ ലാസ്റ്റ് മെത്തേഡാണ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസി. എല്ലാം നമുക്ക് ആ വേർഡ് മീനിങ്ങിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ദറ്റ് മീൻസ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പം കോമ്പറ്റീറ്റേഴ്സ് ഹൈ പ്രൈസ് ആണെങ്കിൽ നമ്മൾ ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യും, ലോ പ്രൈസ് ആണെങ്കിൽ ലോ പ്രൈസ് ഫിക്സ് ചെയ്യും. ആ രീതിയിൽ അതിനെയാണ് നമ്മൾ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്. അതിൽ രണ്ട് മെത്തേഡ്സാണ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഗോയിങ് റേറ്റ് പ്രൈസിംഗ് എന്നാണ്. അതായത് ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് എത്രയാണ് ചാർജ് ചെയ്യുന്നത് അതേപോലെ തന്നെ, അല്ലെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മളും ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ഹോമോജിനസ് പ്രോഡക്റ്റാണ്. ദറ്റ് മീൻസ് നമ്മുടെ പ്രോഡക്റ്റും കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റും വലിയ വ്യത്യാസം ഇല്ലാത്ത പ്രോഡക്റ്റ്സാണ്. അങ്ങനെ വരുമ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഫിക്സ് ചെയ്യുന്ന അതേ പ്രൈസിന് നമ്മളും ഫിക്സ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇൻഡസ്ട്രിയിൽ എന്താണോ പ്രൈസ് നടപ്പിലുള്ളത് അതേ പ്രൈസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗോയിങ് റേറ്റ് പ്രൈസിങ്ങിനെ നമ്മൾ അക്സെപ്റ്റൻസ് പ്രൈസിംഗ് എന്നോ മാർക്കറ്റ് എക്വേറ്റഡ് പ്രൈസിംഗ് എന്നോ പാരിറ്റി പ്രൈസിംഗ് എന്നൊക്കെ പറയുന്നുണ്ട് പല പേരിലും. ഓക്കെ, ഈ മെത്തേഡ് നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങളിൽ ഈ മെത്തേഡ് നല്ലതാണ്. അതുപോലെ തന്നെ പ്രൈസ് ലീഡർഷിപ്പ് സിറ്റുവേഷനിലും ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഗോയിങ് റേറ്റ് പ്രൈസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമ്പറ്റീഷനെ അവോയ്ഡ് ചെയ്യാനായിട്ട്, വളരെ ടൈറ്റ് കോമ്പറ്റീഷൻസിനെ നമുക്ക് മറികടക്കാനായിട്ട് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കോസ്റ്റ് തീർച്ചപ്പെടുത്താൻ പറ്റാത്ത പ്രോഡക്ട്സിന് ഇത്തരത്തിലുള്ള ഒരു പോളിസി നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റും ഡിമാൻഡും അത്രയും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ മെത്തേഡായിരിക്കും നല്ലത്. പിന്നെ പ്രൈസ് വാർ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത് വളരെ സൂട്ടബിളാണ്. പിന്നെ പുതിയ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ്ങിനും ഇത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഗോയിങ് റേറ്റ് പ്രൈസിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോങ് റണ്ണിൽ ഇത് സൂട്ടബിൾ അല്ല. പിന്നെ ഇതുപോലെ തന്നെ നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് അതുപോലെ മറ്റുള്ള മാർക്കറ്റിംഗ് ഫാക്ടേഴ്സ് ഒന്നും ഇവിടെ പ്രോപ്പറായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി നമ്മളുടെ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസിയിൽ നെക്സ്റ്റ് വരുന്നതാണ് കസ്റ്റമറി അല്ലെങ്കിൽ കൺവെൻഷണൽ പ്രൈസിങ്. ഇത് നമ്മൾ ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ലോങ് പീരീഡ് ഓഫ് ടൈമിലാണ്. ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ മാർക്കറ്റിൽ പ്രോഡക്റ്റിന് എന്ത് പ്രൈസാണോ ഫിക്സ് ചെയ്തേക്കുന്നത് അതേ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് കോഫി, അതിൻ്റെ പ്രൈസ് കസ്റ്റമർലി ഒരു ലോങ് പീരീഡിൽ എത്ര ഫിക്സ് ചെയ്തേക്കുന്നോ അത്രയും നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതൊരു ട്രഡീഷനാണ്. അതിനെയാണ് കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പ്രൈസിങ് അതിൻ്റെ കോസ്റ്റ്
കാര്യമായിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രമേ ചേഞ്ച് ആവുള്ളൂ, അല്ലെങ്കിൽ ഒരേപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസിങ് നമുക്ക് ശരിക്കും മനസ്സിലാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ് ഇങ്ങനത്തെ പ്രൈസിങ്ങിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കസ്റ്റമറി പ്രൈസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സിമ്പിളാണ്, പ്രൈസ് വാർ അവോയ്ഡ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഹാർമണി ആൻഡ് സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷണറി കണ്ടീഷൻസിൽ, അതായത് മാന്യമുള്ള സമയത്ത്, അതുപോലെ പുതിയ ഇൻട്രഡക്ഷൻ ന്യൂ ടെക്നോളജി സമയത്ത് ഇത് അത്ര നല്ല റിസൾട്ട് തരില്ല. പിന്നെ കറണ്ട് മാർക്കറ്റിംഗ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടല്ല ഈ കസ്റ്റമറി പ്രൈസ് വരുന്നത്. പിന്നെ പലപ്പോഴും കമ്പനിക്ക് ലാഭം സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു.